നാമുമായി ബന്ധപ്പെട്ട പലരും മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ഖബറുകൾ വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒന്നിപ്പിക്കുമാറാകട്ടെ. വിശുദ്ധമായ റജബ് മാസത്തിലെ പ്രഥമ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റജബ് മാസം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ, വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതുപോലെ 4 പവിത്ര മാസങ്ങളിൽ ഒന്നാണ് റജബ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസങ്ങൾ ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ആ സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കും, വർദ്ധിച്ച പ്രതിഫലം ലഭിക്കും. അതാണ് ഈ 4 മാസങ്ങൾ പവിത്ര മാസങ്ങളാണ് എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഈ 4 മാസങ്ങളിൽ ദോഷം ചെയ്താൽ അതിന് കഠിനമായ വർദ്ധിച്ച ശിക്ഷയും ലഭിക്കും. അപ്പൊ വിശ്വാസിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മാസങ്ങളൊക്കെ വളരെ കരുതലോടെ വിനിയോഗിക്കേണ്ട മാസമാണ്. സാധുക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങളായ നമുക്ക് പഴയ സമുദായങ്ങളെ അപേക്ഷിച്ച് ആയുസ് വളരെ കുറവാണ്. പഴയ കാലത്തുള്ള ആളുകൾക്ക് ദീർഘായുസ്, ഒരുപാട് കാലം, നൂറ്റാണ്ടുകൾ ജീവിച്ച ആളുകളാണ് അവർക്ക്. 200, 300, 400 കൊല്ലം. അപ്പൊ ആ കാലം മുഴുക്കെ അവര് ഫർദ് നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിച്ചു, നോമ്പ് നോക്കിച്ചു, ദിക്റും ചൊല്ലി, സുഗന്ധങ്ങൾ കുറെ ചെയ്തു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ചുരുങ്ങിയ ആയുസാണ് ആകുന്നത്. അപ്പൊ ഈ ആയുസ്സിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ നന്മകൾ നമുക്ക് വാരിക്കൂട്ടാൻ അല്ലാഹു ചെയ്ത ഒരു അനുഗ്രഹമാണ് ഇങ്ങനെയുള്ള പ്രത്യേകമായ മാസങ്ങളെയും ദിവസങ്ങളെയും രാവുകളെയും പകലുകളെയും സംവിധാനിച്ചു എന്നുള്ളത്. ഇപ്പൊ ലൈലത്തുൽ ഖദ്ർ ഉണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയാണ്. 1000 മാസങ്ങൾ ഒരാൾ അമൽ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലത്തിനേക്കാൾ വലിയ പ്രതിഫലം ഈ ഒറ്റ രാത്രിയിൽ അമൽ ചെയ്ത് നേടിയെടുക്കാൻ കഴിയും. അപ്പൊ അതൊക്കെ ഈ സമുദായത്തിനോടുള്ള അല്ലാഹുവിന്റെ കാരുണ്യമാണ്, കൃപയാണ്. അപ്പൊ നമ്മൾ എന്തു ചെയ്യണം? കഴിഞ്ഞ മാസങ്ങളെ പോലെ അങ്ങനെ ഒരു ഗഫലത്തിൽ, അശ്രദ്ധയിൽ കഴിച്ചു കടത്തേണ്ട മാസങ്ങളല്ല ഈ മാസങ്ങളൊന്നും. ഇനി അടുത്ത മാസം ഷഅബാനാണ്, പിറ്റത്തെ മാസം റമദാനാണ്. റജബ് മാസം പിറന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിരുന്ന ദുആ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇനി റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യുകയും റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിച്ചു തരികയും ചെയ്യണമേ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു. ആ ദുആ നമുക്ക് സുന്നത്താണ്. അപ്പൊ ആ ദുആ കേൾക്കുമ്പോ തന്നെ, റജബ് എന്ന് കേൾക്കുമ്പോ തന്നെ മനസ്സിലായി ആ റമദാനിക്ക് അടുത്തെത്തിപ്പോയി. അപ്പൊ അതിനുള്ള ഒരുക്കം നടത്തേണ്ട സമയമാണ് ഇതൊക്കെ. നമ്മൾ പഴയ ചിന്താഗതിയിലങ്ങനെ പോയാൽ പോലെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. വിശ്വാസിയായ മനുഷ്യന്റെ ജീവിതം ഇന്നലെയും ഇന്നും ഒരുപോലെയാകാൻ പാടില്ല എന്നാണ്. ഇന്നലെയും ഇന്നും ഒരാളുടേത് തുല്യമാണെങ്കിൽ അവൻ പരാജിതനാണെന്നാണ്. നമ്മുടെ ഇന്നലത്തേക്കാൾ മോശമാണ് ഇന്ന്. ഇന്നലെ ചെയ്തൊരു നല്ല കാര്യം ഒരു പക്ഷെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ കൂടുതൽ വഷളായി കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ വളരെ കരുതലോടെ ശ്രദ്ധിച്ചു കൊണ്ടുവേണം അല്ലാഹു ആദരിച്ച ഇങ്ങനെയുള്ള ദിവസങ്ങളെ, മാസങ്ങളെ നമ്മൾ വിനിയോഗിക്കാൻ എന്ന് സാന്ദർഭികമായി എന്നോടും പിന്നെ നിങ്ങളോടും ഉണർത്തുകയാണ്. അപ്പൊ അതൊക്കെ ഈ സമുദായത്തിനോട് റബ്ബ് ചെയ്ത കരുണയാണ്. ധാരാളമായി ഖുർആനോദേണ്ട മാസമാണ് റജബ്. റജബ് മാസം പിറന്നാൽ പൂർവികരായ ആളുകൾ ഖുർആൻ ഓത്തിൽ വ്യാപൃതരാകുമായിരുന്നു എന്ന് ഇമാം ഇബ്നു റജബിൽ ഹംബലി റഹിമഹുല്ലാഹ് അവിടുത്തെ ലത്വായിഫുൽ മആരിഫിൽ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ ശരിയാണ്. അപ്പൊ അങ്ങനെ
പൂർവികരായ ആളുകളൊക്കെ ഈ മാസത്തിന് പല പേരുണ്ട്. റജബുൽ അസ്വബ്, അസ്വബ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഏറ്റവും കൂടുതൽ ചൊരിയപ്പെടുന്ന മാസം എന്നാണ്. യുദ്ധം ഹറാമായ 4 മാസങ്ങളിൽ ഒന്നാണ് റജബ്. റജബുൽ അസ്വമ് എന്നതിന് പേരുണ്ട്. വാളുകളുടെ ഈ കൂട്ടിമുട്ടുന്ന ശബ്ദം കേൾക്കാത്ത മാസം എന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു വലിയ ആദരവ് നൽകിയ മാസം. അത് നമുക്ക് നമ്മുടെ ആയുസ്സിൽ ഒരിക്കൽ കൂടെ അതിന് വരവേൽക്കാൻ തൗഫീഖ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് വലിയ തൗഫീഖാണ്. ഖബറാളികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ റജബിങ്ങില്ലല്ലോ. അപ്പൊ ഇപ്പൊ നമ്മൾ ദൈവമായി അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ അശ്രദ്ധയിൽ അതൊക്കെ അതങ്ങനെ കഴിഞ്ഞു പോകും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മരണശേഷമാണ് നമ്മൾ ചിന്തിക്കുക, മനസ്സങ്ങനെ എത്ര നല്ല സമയം എനിക്കുണ്ടായിരുന്നു, ഞാനത് ഉപയോഗപ്പെടുത്തിയില്ല, വിനിയോഗിച്ചില്ല എന്ന്. അപ്പോൾ ഒരു നട്ട ചിന്ത വരും. ആ ചിന്തയില്ലാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ എഴുതിയിരുന്നല്ലോ ഇമാം റബീഉ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. സ്വന്തം വീട്ടിൽ ഒരു ഖബർ കുഴിച്ചു വെച്ച് മനസ്സിലെ ചിന്തകൾ ഇങ്ങനെ മാറി ദുനിയാവിന്റെ ചിന്ത വരുമ്പോ മഹാനവറുകൾ ആ ഖബറിൽ ഇറങ്ങിക്കണം. എന്നിട്ട് മഹാനവറുകൾ ഓതും മരിക്കാൻ നേരം കാഫിരീങ്ങളായ ആളുകളും ദോഷികളായ ആളുകളും അല്ലാഹുവിനോട് പറയുന്ന ഒരു വാക്കാണ്, പടച്ചവനെ ദുനിയാവിലേക്ക് ഞങ്ങളെ ഒന്നുകൂടി മടക്കിക്കൊള്ളാം, ശേഷിക്കുന്ന കാലഘട്ടം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചു കൊള്ളാം. ഒന്നും സമ്മതിക്കൂലല്ലോ. അപ്പൊ റബീഉ പറയാം, ഈ ആയത്തോതിയിട്ട് ശരീരമേ നിന്നെ ഇതാ ഞാൻ ദുനിയാവിലേക്ക് മടക്കിയിരിക്കുന്നു, നീ അമൽ ചെയ്തു കൊള്ളുക. അപ്പൊ അങ്ങനെ സ്വന്തം വീട്ടിൽ ഇന്നിപ്പോ ഞാൻ വരുന്ന വഴിക്ക് അവിടെ സ്വാലിഹ് ബാപ്പയുടെ വീട്ടിൽ ഇറങ്ങി അവിടെ യാസിനെ ബോധി കേൾക്കുന്നുണ്ടാവുന്നത്. അപ്പൊ അവിടെ ഒരു കിതാബ് വാപ്പയുടെ ശേഖരത്തിൽ കണ്ടു. ജീവിച്ചിരിക്കെ സ്വന്തം ഖബർ കുഴിച്ചു വെച്ച ആളുകളെ മാത്രം കഥകൾ പറയുന്ന കിതാബാണ്. അപ്പൊ അതിൽ ആദ്യം ഈ റബീഉ തങ്ങളെ സംഭവം കൊടുത്തിരിക്കുന്നു. സ്വന്തം വീട്ടിൽ ഖബർ കുഴിച്ച് മനസ്സ് ഭൗതികമായ ആ ചിന്തയും ഹൃദയ കാഠിന്യൊക്കെ വരുന്ന സമയത്ത് ഈ ഖബറിൽ ഇറങ്ങി കിടക്കും. അപ്പൊ ഖബറിന്റെ ചിന്ത വരുമല്ലോ. എന്നിട്ട് എഴുന്നേറ്റിട്ട് പറയും ദുനിയാവിലേക്ക് മടങ്ങിയിട്ട് അമൽ ചെയ്തോ. അപ്പൊ നമുക്ക് അനുഭവിക്കാനുള്ള അവസരം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന രീതിയിൽ ഈ മാസത്തെ വിനിയോഗിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.